ഇവൻ നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീക്കെൻഡാണ്. സോ ഞാൻ നേരത്തെയും നമ്മളെ പണ്ടത്തെ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, വീക്കെൻഡ് ആണെങ്കിൽ നമ്മൾ എന്തായാലും ലേണിംഗ് പർപ്പസിൽ കോൺസെൻട്രേറ്റ് ചെയ്യും. ലേണിംഗ് വീഡിയോസ് ഞങ്ങൾ ഉണ്ടാക്കും. അതിലേക്കാണ് കൂടുതൽ എൻ്റെ ശ്രദ്ധ. സോ ഈ വീഡിയോ അങ്ങനെ തന്നെയാണ്. ഈ വീഡിയോ ലേണിംഗ് പർപ്പസ് വീഡിയോ ആണ്. സോ ഇതൊരു ഡിഫറെൻറ്റ് ടോപ്പിക് ആയിരിക്കുള്ളൂ. ഞാൻ എപ്പോഴും ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഡിഫറെൻറ്റ് ടോപ്പിക്സ് ആണ്. മീൻസ് നമ്മൾ യൂട്യൂബിൽ വളരെ റെയർ ആയിരിക്കുള്ളൂ ഇങ്ങനത്തെ വീഡിയോസ്. സോ ആ ഒരു ടോപ്പിക്കിലാണ് ഞാൻ വീഡിയോസ് ഉണ്ടാക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സജസ്റ്റ് ചെയ്യുക അടുത്ത വീഡിയോ നിങ്ങൾക്ക് എങ്ങനെ വേണമെന്നാണ്. ഓക്കെ. സോ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇൻഡെക്സിൻ്റെ ക്ലോസിംഗ് ആണ്. ഇൻഡെക്സിൻ്റെ ക്ലോസിംഗ് ഉണ്ടല്ലോ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. കുറച്ച് ദിവസമായിട്ട് കുറച്ച് മാസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഇൻഡെക്സിൻ്റെ ക്ലോസിംഗ് ഉണ്ടല്ലോ, ഡിഫറെൻറ്റ് ടൈപ്പാണ് ക്ലോസിംഗ് വരുന്നത്. ഡിഫറെൻറ്റ് ടൈപ്പ് മീൻസ് നമ്മളിപ്പോൾ ഒരു 3:30 ആകുമ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിലുണ്ടല്ലോ, ആ ഒരു ടൈമിൽ ക്ലോസിംഗ് ഇപ്പോൾ ഇതാണെങ്കിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്നത് 510 സംതിങ് ഇങ്ങനെ 20 ഇങ്ങനെ ആണെങ്കിൽ, പക്ഷേ 3 മണിക്ക് 3:33 ആകുമ്പോഴത്തേക്ക് എക്സാക്റ്റ് ആ ടൈമിൽ നല്ല ഡിഫറൻസ് വരും. നമ്മുടെ നിഫ്റ്റിയിൽ എത്ര ഡിഫറൻസ് വരുന്നില്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ നല്ലൊരു ഡിഫറൻസ് വരുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷേ നിങ്ങളതൊന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് പറയാം എൻ്റെ അടുത്ത്. ശ്രദ്ധിക്കാറുണ്ടോ എന്ന്. നല്ലൊരു ഡിഫറൻസ് വരാറുണ്ട് അത്. സോ ആ ഡിഫറൻസ് നമ്മൾ എങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതാണ്. ആ ഒരു ഐഡിയ ജസ്റ്റ് ആ ഒരു സജഷൻ ഞാൻ പറഞ്ഞു തരും. നമുക്കത് നേരത്തെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കാം. എങ്ങനെയാണെന്ന് അത് ഞാൻ പറഞ്ഞു തരാം. അത് BTST എടുക്കുന്ന ആളുകളുണ്ടല്ലോ, BTST ട്രേഡ് എടുക്കുന്ന അവർക്ക് ഒരു നല്ലൊരു ഹെൽപ്പായിരിക്കും അത്. കാരണം നമ്മളിപ്പോൾ BTST ട്രേഡ് എടുത്തു. ഓക്കെ, BTST ട്രേഡ് നമ്മൾ എടുത്ത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം നമ്മൾ BTST ഒരു ഓപ്ഷൻ ട്രേഡ് എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ക്ലോസിങ് ഇപ്പോൾ നമ്മൾ CE എടുത്തിട്ടെങ്കിൽ ക്ലോസിങ് ഒത്തിരി താഴെയാണ്. സോ അത് ലോസിലല്ലേ നമ്മൾ ക്ലോസ് ആയത്. അപ്പോൾ നഷ്ടമല്ലേ, അപ്പോൾ നഷ്ടമായിരിക്കുള്ളൂ നമുക്കത്. അല്ലെങ്കിൽ നമ്മൾ PE എടുത്തേക്കിനാണ്, ക്ലോസിങ് നല്ല ഹൈ വന്നേക്കിനാണ്, അപ്പോൾ അത് നമുക്ക് നഷ്ടം തന്നെ. ഇപ്പോൾ ഇന്നത്തെ ക്ലോസിങ് തന്നെ നോക്കിക്കോ. നിഫ്റ്റിയുടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 512 ആണ്. അപ്പോൾ നമ്മൾ ഇത് വെച്ചിട്ടല്ല നമ്മൾ എടുക്കുകയുള്ളൂ. പക്ഷേ ക്ലോസ് ചെയ്തത് ഒരു 10 to 12 പോയിൻറ്റ്സ് താഴേക്കാണ് ക്ലോസ് ചെയ്തത്. സോ നമ്മളത് തന്നെ അതെല്ലാം നമ്മളൊന്ന് ശ്രദ്ധിക്കാം. സോ ഈ വീഡിയോ കറക്റ്റായിട്ട് മുഴുവൻ നോക്കുക, മുഴുവൻ കേൾക്കുക, കൃത്യമായിട്ട് എന്താ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതൊന്ന് മനസ്സിലാക്കി എടുക്കണം. പിന്നെ സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. സോ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? ഫസ്റ്റ് നമ്മൾ ഇത് നിഫ്റ്റിയുടെ 5 മിനിറ്റ് ചാർട്ടാണ്. 5 മിനിറ്റ് സ്റ്റാർട്ട് ആകുമ്പോഴത്തേക്ക് നമ്മൾ എന്താ ചെയ്യേണ്ടത്? 3 o'clock, ഒരു 3 മണി 3 o'clockൻ്റെ ഒരു ക്യാൻഡിൽ ഉണ്ടല്ലോ, അതിൻ്റെ ഹൈ എത്രയാണ്? അതിൻ്റെ ഹൈ വരുന്നത് അപ്രോക്സ് ഒരു 24,525. അത് മാർക്ക് ചെയ്യുക. പിന്നെ 3 to 3.5 3 അതിൻ്റെ ഇടയിൽ ഒരു ലോ ഉണ്ടാവും. ഇപ്പോൾ ഇവിടെ നേരത്തെ ഒരു ലോ അടിച്ചു നിഫ്റ്റി. സോ ആ ഒരു ലോ എത്രയാണ്? 24,485. ഓക്കെ, ഈ ലോവും പിന്നെ 3 മണിയായപ്പോൾ അടിച്ച ഒരു ഹൈ, ആ രണ്ടിൻ്റെ ഇടയിൽ ഈ ഒരു ഹാഫ് ആൻ അവറിൻ്റെ ആവറേജ് ട്രേഡിംഗ് പ്രൈസ് ആയിരിക്കും ക്ലോസിങ്. മനസ്സിലായോ? അതെങ്ങനെ എടുക്കണമെന്ന് പറഞ്ഞാൽ 525 പിന്നെ 24,485 ഇതിൻ്റെ പകുതി എടുത്താൽ മതി. ഓൾമോസ്റ്റ് 500 സംതിങ് ആണെന്തോ വരുന്നുണ്ട്. ഓക്കെ, അതാണ് അതിൻ്റെ ആവറേജ് ട്രേഡിംഗ് പ്രൈസ്. നോക്കിക്കോ, എൻ്റെ നിഫ്റ്റിയുടെ ക്ലോസിങ് എത്രയാണ് നമുക്കറിയാൻ പറ്റും. സോ നോക്കാം, ഇത് നിഫ്റ്റിയുടെ കണ്ടോ എത്ര വരുന്നുണ്ട്? 24,500 അല്ലേ? ഇതുപോലെ ബാങ്ക് നിഫ്റ്റി ഞാൻ കാണിച്ചു തരാം. ബാങ്ക് നിഫ്റ്റി വേണമെങ്കിൽ നോക്കിക്കോ. അല്ലേ, നമ്മുടെ ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ടാണ് ഇത്. 3 o'clock 3 മണി 3 o'clock ആയപ്പോൾ അതിൻ്റെ ഒരു അടിച്ച ഹൈ 52,385 ആൻഡ് ലോ 52,195 അപ്രോക്സിമേറ്റ്. ഇപ്പോൾ ഈ രണ്ടിൻ്റെ 3 മണി 3 o'clock അടിച്ച ഹൈ ആൻഡ് അതിൻ്റെ മുന്നേ അത് കഴിഞ്ഞിട്ട് 3 o'clock കഴിഞ്ഞിട്ട് 3.5 ഇടയിൽ വന്ന ഒരു ലോ, ആ രണ്ടിൻ്റെ ഇടയിൽ അപ്രോക്സ് ഒരു ആവറേജ് ട്രേഡിംഗ് പ്രൈസ് നമ്മളിപ്പോൾ 3
85 to 19 വരുന്നത് അപ്രോക്സ് 52,290 ഓർ 295 അങ്ങനെയാണ് വരുന്നത്. ഓക്കെ, 52,295 മനസ്സിലായി. ഇതിൻ്റെ രണ്ടിൻ്റെ ഹാഫ് ആവറേജ് ട്രേഡിംഗ് പ്രൈസ് നമ്മൾ ഓൾമോസ്റ്റ് നമുക്ക് എന്തായാലും കിട്ടും. ഓക്കെ, ഇപ്പോൾ ഇവിടെ ക്യാൻഡിൽ കാണിക്കുന്നത് എത്രയാണെന്ന് അറിയാമോ? 52,339 അല്ലേ, 340. ഓക്കെ, നമ്മളിപ്പോൾ ബാങ്ക് നിഫ്റ്റി നോക്കിക്കേ, കണ്ട എത്ര കാണിക്കുന്നത്? കണ്ടോ, 52,280. കണ്ട, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് എത്ര? 290. ദാറ്റ് മീൻസ് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ റേറ്റിൻ്റെ അടുത്താണ് ആ ഒരു ക്ലോസിങ്. അതാണ് 52,280. മനസ്സിലാവുന്നുണ്ടോ? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മറ്റേ കമൻറ്റ് സെക്ഷൻ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. സോ ഇപ്പോൾ ഒരു ഐഡിയ കിട്ടിയല്ലോ എത്ര പോയിൻറ്റ്സ്, 50 പോയിൻറ്റ്സ് സംതിങ്, 50 പോയിൻറ്റ്സ് ഡിഫറൻസ് വരുന്നുണ്ട്. മീൻസ് അവർ കാണിക്കുന്നത് എന്താ 52,340 ആണ്. പക്ഷെ നമ്മുടെ ആവറേജ് ട്രേഡിംഗ് പ്രൈസ് നമ്മൾ ഓൾറെഡി നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഇന്നത്തെ കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത്, ഇത് ഡെയിലി അങ്ങനെ തന്നെയാണ്. നിങ്ങൾ ഡെയിലി കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. ഓൾമോസ്റ്റ് അങ്ങനെ തന്നെയാണ് ഇപ്പോൾ വരുന്നത്. ഒരു ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ 5-10 പോയിൻറ്റ്സ് ചെറിയൊരു ഡിഫറൻസ് വരും. നിഫ്റ്റിയിൽ 2-3-5 പോയിൻറ്റ്സ് ഡിഫറൻസ്. അത്ര വലിയ ഡിഫറൻസ് എക്സാക്റ്റ് നമുക്ക് പിടിക്കാൻ പറ്റില്ല, പക്ഷേ ഇത്ര വലിയ ഡിഫറൻസ് നമുക്ക് കണ്ടുപിടിക്കാം. ഇതൊരു 40-50 പോയിൻറ്റ്സിൻ്റെ ഡിഫറൻസ് ആണല്ലോ. ഇത് നമുക്ക് എന്തായാലും നമുക്ക് കാൽക്കുലേറ്റ്. അപ്പോൾ ഈ BTST എടുക്കുന്ന ആളുകൾക്ക് ഇത് നന്നായിട്ടത് നമുക്ക് ഒരു ഐ തിങ്ക് ഒരു ഹെൽപ്പായിരിക്കുള്ളൂ. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, മറക്കരുത്. ഇങ്ങനത്തെ വീഡിയോസ്, ഇങ്ങനത്തെ ടോപ്പിക്സ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് ഇനി വീഡിയോ എന്ത് ടൈപ്പ് വീഡിയോ വേണമെന്നാണ് നിങ്ങൾക്ക് അത് ഒന്ന് കമൻറ്റ് ചെയ്ത് പറയാം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഞാൻ ഇങ്ങനത്തെ ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വീഡിയോസാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഓക്കെ, സോ ഫോർ മോർ വീഡിയോസ് like and subscribe the channel. Thank you so much.